ഹലോ എവ്രി വൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാരീസ് ടേസ്റ്റ് കാസിൽ. അപ്പം ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ് ഉദ്ദേശിച്ചത്. സൺഡേ, അതായത് ഇന്നലത്തെ വീഡിയോ. പക്ഷേ എടുത്ത് വന്നപ്പോഴേക്കും ഇതിപ്പോൾ ഒരു കുക്കിംഗ് വ്ളോഗായിട്ട് മാറിയിട്ടുണ്ട്. എന്നാലും സാരില്ലെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ പര്യടനം തുടരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ സൺഡേ നോർമലി ഞാൻ രാവിലെ വളരെ ലേറ്റ് ആയിട്ടാണ് എണീക്കാറുള്ളത്. നല്ലോണം തന്നെ കിടന്നുറങ്ങി ക്ഷീണമൊക്കെ മാറ്റിക്കഴിട്ട് പതുക്കെ എണീക്കാറുള്ളൂ. പക്ഷേ ഇന്നലെ എന്താ വെച്ചാൽ അമ്മയ്ക്ക് കരയോത്തി പോകണമായിരുന്നു. പിന്നെ അതിനുശേഷം അമ്മയുടെ ഒരു ഗ്യാങ്ങിൻ്റെ കൂടെ നാലമ്പലത്തിൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ ഇല്ലാത്തതുകൊണ്ട് തന്നെ എൻ്റെ പരിപാടികളുടെ താളം മൊത്തം തെറ്റും എന്നറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ മിനിയാന്ന് തന്നെ പ്ലാൻ ചെയ്ത് വെച്ചു എന്താണ് സൺഡേ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടത്, ലഞ്ച് വേണ്ടതെന്നൊക്കെ. അപ്പോൾ അതിനായിട്ട് തന്നെ ഞാൻ വെച്ച് രാവിലെ ആലു പൊറാട്ട ഉണ്ടാക്കാം. അപ്പോൾ ആലു പൊറാട്ടയ്ക്കായിട്ട് ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ച് വെച്ചു. അതുപോലെ തന്നെ ഞാൻ വിചാരിച്ചു മന്തി ഉണ്ടാക്കാം. ഞാൻ കുറച്ച് നാളായിട്ട് മന്തി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അതിന് പോസ്റ്റ്പോൺ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും സൺഡേ തന്നെ ഉണ്ടാക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഏട്ടനോട് പറഞ്ഞിട്ട് ഞാൻ റൈസും ചിക്കനും ഒക്കെ മേടിപ്പിച്ചു. ആലു പറാട്ട ഉണ്ടാക്കാനായിട്ടുള്ള ഉരുളക്കിഴങ്ങൊക്കെ നല്ലോണം വേവിച്ചതിന് ശേഷം കുക്കറിന് പ്രഷർ പോയി കഴിയത്തേക്ക് ഉരുളക്കിഴങ്ങ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ചൂടാറ്റിയതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു. അതുപോലെ തന്നെ മന്തി ഉണ്ടാക്കാനും പിന്നെ പറാട്ടയ്ക്കുമായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം തൊലി കളഞ്ഞ് നല്ലോണം ക്ലീൻ ചെയ്ത് മറ്റൊരു പാത്രത്തിലേക്ക് ആക്കി വെച്ചു. അപ്പം അത്രയും പണി എളുപ്പമായി. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നാക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കാര്യമാണ്. എനിക്ക് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. അപ്പം അതും ചെയ്ത് വെച്ചപ്പോഴത്തേക്ക് കുറച്ച് പണി എളുപ്പമായി. പിന്നെ രാവിലെ പതുക്കെ എണീറ്റാൽ മതിയല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ പതുക്കെ എണീറ്റ് വന്നപ്പോഴേക്കും നമുക്ക് പറാട്ട ഉണ്ടാക്കാനായിട്ട് കുറച്ച് സമയമൊക്കെ വേണമല്ലോ. അങ്ങനെ ഞാൻ വേഗം തന്നെ എണീറ്റ് ഫ്രഷ് ഒക്കെ ആയിട്ട് വന്നിട്ട് ഞാൻ ആട്ടയൊക്കെ കുഴച്ച് ഉരുളക്കിഴങ്ങൊക്കെ റെഡിയാക്കി എല്ലാം റെഡിയാക്കാൻ തുടങ്ങി. അപ്പോൾ ഈ പറാട്ടയ്ക്കുള്ള മസാല ഉണ്ടാക്കാൻ നേരത്തെ ചീനച്ചട്ടി തീ കൂട്ടി വെച്ചിരിക്കുകയായിരുന്നു. അത് ഞാൻ ഓർത്തില്ല. അപ്പം അങ്ങനെ തന്നെ കരിഞ്ഞു പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഭാഗത്തിന് കരിഞ്ഞ ചൊവയൊന്നും വന്നില്ല. അതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ടു. എനിക്ക് ഒരു പ്രത്യേകതയുണ്ട്. പ്രത്യേകത എന്നും പറയാം, വേണമെങ്കിൽ കുഴപ്പമെന്നും പറയാം. അതായത് നമ്മൾ കുറച്ച് എണീക്കാൻ ലേറ്റായി അല്ലെങ്കിൽ സമയം ഇച്ചിരി കുറവാണെന്ന് വിചാരിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് പുട്ടുണ്ടാക്കാൻ എളുപ്പമാണല്ലോ പുട്ടുണ്ടാക്കിയെന്ന്. പക്ഷേ എനിക്ക് അതേ സമയത്ത് എനിക്ക് വല്ല പൂരി ഉണ്ടാക്കാനൊക്കെ ആയിരിക്കും ഇഷ്ടം. ഞാൻ വേഗം തന്നെ പൂരി ഉണ്ടാക്കും. എനിക്കെന്തോ ഇങ്ങനെ പൂരി, പറാട്ട, ചപ്പാത്തി ഇതൊക്കെ ഉണ്ടാക്കാനായിട്ടാണ് കുറച്ചുകൂടി ഇഷ്ടം. ചപ്പാത്തിനേക്കാളും പൂരിയും പറാട്ടയൊക്കെ ഉണ്ടാക്കാനായിട്ടാണ് ഇഷ്ടം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ചോറും കറിയൊക്കെ ഉണ്ടാക്കാനാണ് എളുപ്പം എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് അതേ സമയം കൊണ്ട് വല്ല പനീർ ബിരിയാണിയോ മുട്ട ബിരിയാണിയോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കാനായിട്ട് എനിക്ക് എളുപ്പമാണ്. എനിക്കതാണ് ഇഷ്ടം. ഇനി അത് എൻജോയ് ചെയ്ത് ചെയ്യും. അപ്പോൾ എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഞാൻ രാവിലെ പൊറോട്ടയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഈ പൊറോട്ട ഉണ്ടാക്കുന്നത് കൊള്ളാം, പക്ഷെ അടുക്കളയിൽ ചൂട് കാരണം നമ്മളങ്ങ് വേർത്തൊലിക്കും. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ക്ഷീണം കാരണം പിന്നെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി ആക്ച്വലി. അപ്പോൾ വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് ഞാൻ ലഞ്ചിനുള്ള പണി തുടങ്ങി. പിന്നെ എൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്, അതായത് എനിക്ക് എല്ലാ പണികളും കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് അലക്കൽ, തുടയ്ക്കൽ, പിന്നെ കുട്ടികളെ കുളിപ്പിക്കുക, അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞതിന് ശേഷം അവസാനം എനിക്ക് ലഞ്ച് സമാധാനത്തോടെ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ എനിക്ക് ഭയങ്കര പീസ്ഫുൾ ആയിട്ട് അത് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഈ കുക്കിംഗ് നമ്മൾ ഓൾറെഡി ക്ഷീണിച്ചിരിക്കുന്നത് ഇനി ആ പണിയുണ്ടല്ലോ ഈ പണിയുണ്ടല്ലോ എന്നുള്ള ചിന്തയായിരിക്കും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സമാധാനമാണല്ലോ. പിന്നെ തുണിയൊക്കെ അലക്കാൻ നേരത്ത് നമുക്ക് മഴയൊക്കെ നോക്കണം. അപ്പോൾ അതിന് ആ മഴയില്ലാത്ത സമയത്ത് തുണിയൊക്കെ അലക്കി വീടൊക്കെ തുടച്ചെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ സമാധാനത്തോടെ ഫുഡ് ഉണ്ടാക്കി ചൂടോടെ നമുക്ക് കഴിക്കുകയും ചെയ്യാം. അതാണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം. എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞിട്ട് പാറുവിനെയും കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് അമ്മ വേഗം തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം അമ്മയ്ക്ക് ലേറ്റ് ആവുമായിരുന്നു. അതിനുശേഷം ഞാൻ സമാധാനത്തോടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞിട്ട് മഴയില്ലാത്ത തക്കം നോക്കി തുണി അലക്കി ബാക്കി പണികളെല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പതുക്കെ നമ്മുടെ മന്തി ഉണ്ടാക്കാൻ തുടങ്ങി. മന്തിക്കായിട്ട് ഞാൻ ആദ്യമേ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഹോൾ സ്പൈസസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ക്യാപ്സിക്കം കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ അരി വേവിക്കാൻ വെച്ചിട്ട് ഞാൻ ചിക്കനൊക്കെ കഴുകാനായിട്ട് ഒരുങ്ങി. അപ്പം ചിക്കൻ കഴുകിയതിന് ശേഷം അത് നല്ലോണം ഫോർക്ക് വെച്ചൊന്ന് കുത്തി കൊടുക്കണം. അപ്പം ഈ അരി മന്തിക്ക് നമുക്ക് കൂടുതൽ വേണമല്ലോ. അതിനായിട്ട് ഞാൻ വലിയ കലത്തിലാണ് അരി വേവിക്കാൻ വെച്ചത്. എനിക്ക് വലിയ കലത്തിൽ അരി വേവിച്ചായിട്ട് ഊറ്റാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എനിക്ക്. ചെറിയ കലത്തിൽ വാർക്കാൻ കുഴപ്പമില്ല, പക്ഷെ വലിയ കലത്തിൽ എനിക്ക് തെന്നിപ്പോവോ മേത്തേക്ക് ചൂടുവെള്ളം വീഴുമോ എന്നൊക്കെ ഉള്ള പേടി വരും. അപ്പം എന്തായാലും ഞാൻ ഊറ്റിയെടുത്തു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. പകുതി വേവുള്ള അരി അങ്ങനെ ഊറ്റി വെച്ചതിന് ശേഷം വലിയൊരു കുക്കർ എടുത്തിട്ട് അതിനകത്തേക്ക് ചിക്കൻ നല്ലോണം നിരത്തി പിടിച്ചങ്ങ് വെച്ച് കൊടുത്തു. എന്നിട്ട് അതിനകത്തേക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുത്തു. അതായത് ബേ ലീവ്സ്, ഗ്രാമ്പു, കുരുമുളക്, പട്ട എല്ലാം ഇട്ട് കൊടുത്തു. പിന്നെ അതിനകത്തേക്ക് 2 മാഗി ക്യൂബ്സ്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത്, പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ഓലിവ് ഓയിൽ, 2 മാഗി ക്യൂബ്സ്, കാശ്മീരി മുളക് പൊടി, ഒരു നുള്ള മഞ്ഞപ്പൊടി,
ഇത്ര ഇട്ടിട്ട് നല്ലോണം തന്നെ പുരട്ടി കൊടുത്തു. പിന്നെ നാരങ്ങ നീര്, ഇത്രയെല്ലാം കൂടി ചേർത്ത് നല്ലോണം അത് മിക്സ് ചെയ്ത് കൊടുത്തു. മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ പകുതി വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് നല്ലോണം തന്നെ നിരത്തിയിട്ട് കൊടുക്കണം. നല്ലോണം തന്നെ നിരത്തിയിട്ട് കൊടുക്കണം, കൂമ്പാരം പോലെ ആക്കി വെക്കരുത്, എന്നാലാണ് വേവ് കറക്റ്റായിട്ട് വരുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ കുക്കറിലേക്ക് കുത്തി നിറച്ച് ചോറ് വെക്കരുത്, മുകളിൽ കുറച്ചൊരു ഗ്യാപ്പ് വേണം. അപ്പം നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ വേണമെങ്കിൽ 2 കുക്കറിലായിട്ടാണെങ്കിൽ വെക്കാം. അതിനുശേഷം ഞാൻ ഒരു പാത്രത്തിലായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു പാത്രത്തിലായിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയും വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയ 3 പച്ചമുളക് അതിൻ്റെ മുകളിൽ ഇതുപോലെ കുന്തം പോലെ കുത്തി കൊടുത്തു. പിന്നെ കുറച്ച് കുരുമുളകും അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഈ മന്തി ഉണ്ടാക്കുമ്പോഴേക്കും അതിനകത്ത് ഡ്രൈ ലെമനും ഇട്ട് കൊടുക്കാറുണ്ട്. എൻ്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ അത് ഇടാൻ പോയില്ല. അതുകൂടി ഇട്ടെങ്കിൽ അതിൻ്റെ ഫ്ലേവർ നല്ലോണം വരും, അതുകൊണ്ടാണ്. എന്നിട്ട് നമ്മൾ അടച്ചു വെച്ചതിന് ശേഷം ഒരു വിസിൽ നല്ല പാകമായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഈ കുക്കറിൻ്റെ ഒരു വിസിൽ വന്നിട്ട് വേണം അത് കെടുത്തിക്കായിട്ട് ഞങ്ങൾക്ക് ഡാൻസ് ക്ലാസ്സിന് പോകാനായിട്ട്. പക്ഷെ നമ്മൾ നോക്കി നിൽക്കുമ്പോഴേക്കും ആവശ്യമുള്ളത് പാലും തിളക്കില്ല, കുക്കറിന് വിസിലും വരില്ലല്ലോ. അതുപോലെ ഒരു വിധത്തിൽ വിസിൽ വന്നില്ല നേരത്തേക്ക് അത് ഓഫ് ചെയ്തിട്ട് ഞങ്ങൾ വേഗം തന്നെ ഡാൻസ് ക്ലാസ്സിലേക്ക് പോയി. നോർമലി നന്ദൂര് എപ്പോഴും 2:30 അല്ലെങ്കിൽ 3 മണിക്കാണ് ഡാൻസ്. പക്ഷേ ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിക്കായിരുന്നു. ഒരു വിധത്തിൽ വേഗം തന്നെ അങ്ങോട്ട് ഓടിപ്പിടിച്ചെത്തി ഡാൻസ് ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പോൾ പാറൂനെയും കൊണ്ടാണ് പോയത്. ഞാനും മഴയായിട്ട് നല്ല ആത്മബന്ധം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എപ്പോൾ പുറത്തിറങ്ങിയാലും അപ്പം മഴയാണ്. ഇതും ഞാൻ പിള്ളേരെ കൊണ്ടാണ് പോയത്. മഴ കാരണം എങ്ങനെ തിരിച്ചു വരുന്നുള്ള ഡൗട്ട് കാരണം എങ്ങനെയൊക്കെയോ റെയിൻകോട്ടൊക്കെ ഇട്ട് തിരിച്ചെത്തി. ഭാഗ്യത്തിന് പിള്ളേർ നനഞ്ഞില്ല, ഞാൻ ചെറുതായിട്ടും നനഞ്ഞു, വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അതിനുശേഷം വീട്ടിലെത്തിയിട്ട് ഞങ്ങൾ മന്തിയൊക്കെ കഴിച്ചു. വിശപ്പ് കാരണം അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഫുഡ് എന്തായാലും അടിപൊളിയായിരുന്നു, മന്തി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ മയനൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം കൂടി കൂട്ടി ഞങ്ങൾ ഉച്ചത്തേക്ക് ലഞ്ചൊക്കെ കഴിച്ചു. എന്നിട്ട് കുറച്ചു നേരം കിടന്നുറങ്ങി. എന്നിട്ട് വൈകുന്നേരം വിളക്ക് കത്തിച്ചു. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ, ടേക്ക് കെയർ.